സുഹൃത്തുക്കളെ, ഇന്ന് നാം പരിചയപ്പെടുന്നത് വിവിധ ഉറുദു ഡിക്ഷണറികളെക്കുറിച്ചാണ്. ഒരു ഉറുദു അധ്യാപകൻ്റെ സ്മാർട്ട് ഫോണിൽ പ്രധാനമായും ഉണ്ടാകേണ്ട ചില ഡിക്ഷണറികളാണ് ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലന ടീമിന് വേണ്ടി തയ്യാറാക്കുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉറുദു ഡിക്ഷണറിയാണ്. നമ്മളിവിടെ ഉറുദു ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുക. ഉറുദു എന്നടിച്ചാൽ തന്നെ ഉറുദുവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കീവേഡുകൾ ലഭ്യമാവും. അതിൽ സ്വാഭാവികമായിട്ടും ഉറുദു ഡിക്ഷണറി എന്നുകൂടി ഉണ്ടാകും. ഉറുദു ഡിക്ഷണറി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്ലേ സ്റ്റോറിൽ ധാരാളം ഉറുദു ഡിക്ഷണറികൾ ഇന്ന് ലഭ്യമാണ്. ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഓഫ്ലൈനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉറുദു ലുഗാത്താണ്. ഓഫ്ലൈൻ ഉറുദു ലുഗാത്ത്, ഉറുദു ടു ഉറുദു ഡിക്ഷണറി ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ താഴെ ഇൻസ്റ്റാൾ എന്ന് കാണും. എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ പൂർത്തിയായാൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മൊബൈൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഇൻസ്റ്റാൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റു ചില ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് സ്പേസ് കണ്ടെത്തേണ്ടി വരും. ഇതാണ് ഉറുദു ലുഗാത്തിൻ്റെ ഹോം സ്ക്രീന്. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് കുറേ വേർഡുകൾ ഉണ്ട്. ഇവിടെ പദങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് ഉള്ള ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കീബോർഡ് ലഭ്യമാവും. ഇവിടെ നമുക്ക് ഏത് വേർഡുകളും ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ആവാസ് എന്ന് ടൈപ്പ് ചെയ്തതോടുകൂടി ആവാസ് എന്നുള്ള പദവും നമുക്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള അർത്ഥവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ലഭ്യമാണ്. ഇത്ര വിശദമായിട്ട് ആവാസ് എന്ന പദത്തിൻ്റെ തഫ്സീലാത്തുകൾ ഷാറുകളും അതിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പദങ്ങളും ഈ ഡിക്ഷണറിയിൽ ലഭ്യമാണ്. അതുപോലെ ഏത് വേർഡുകളും നമുക്ക് തിരഞ്ഞാൽ ഇത്തരം വിശദീകരണം കിട്ടും. ഈ പദങ്ങളും അതിൻ്റെ അർത്ഥവും മറ്റ് വിശദവിവരങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ കഴിയും. ഇതിന് മുകളിലെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഷെയർ ചെയ്യേണ്ട ആപ്ലിക്കേഷനൊക്കെ ലഭ്യമാവും. ഇതിൽ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ മറ്റ് ആപ്ലിക്കേഷൻ വഴിയോ മെസ്സേജായിട്ടൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിക്ഷണറിയിൽ തന്നെ ഇംഗ്ലീഷ് പദങ്ങളുടെ അർത്ഥം നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇംഗ്ലീഷ് ഡിക്ഷണറി ലഭ്യമാണെങ്കിൽ അത് ഓൺലൈനായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നെറ്റ് കണക്ഷൻ ലഭ്യമാണെങ്കിൽ നമുക്കിവിടെ സെറ്റിങ്സിൽ ഈ 3 വര ലാംഗ്വേജ് എന്ന് എഴുതിയ അവിടുത്തെ ഒരു 3 വര ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് ലഭ്യമാവും. അതിൽ ഓൺലൈൻ ലുഗാത്ത് എടുത്തു കഴിഞ്ഞാൽ ഉള്ള സ്ക്രീനിൽ ചെറിയ മാറ്റങ്ങൾ ദൃശ്യമാവും. ഇവിടെ ഉറുദു ഡിക്ഷണറി എന്ന ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷ് ടു ഉറുദു ഡിക്ഷണറി തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാവും. ഞാനിവിടെ ഇംഗ്ലീഷ് ടു ഉറുദു ഡിക്ഷണറിയാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് വേർഡുകൾ സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മളൊരു വേർഡിൻ്റെ പാട്ടടിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വേർഡുകളും ലഭ്യമാകും. നമുക്ക് ആവശ്യമുള്ള വേർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. കമ്മിറ്റഡ് എന്നുള്ള വേർഡാണ് അതിൻ്റെ ഉറുദുവും അതുപോലെ തന്നെ മറ്റ് വിശദീകരണങ്ങളും ഒക്കെ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഡിക്ഷണറി കൊണ്ട് ഉറുദു, ഇംഗ്ലീഷ് 2 ഭാഷകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഈ ഡിക്ഷണറിയെ ഉപയോഗപ്പെടുത്താൻ കഴിയും. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിക്ഷണറി ആയിട്ടാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അടുത്തതായി നാം പരിചയപ്പെടുന്നത് ഫൈറോസ് ലുഗാത്ത് ഡിക്ഷണറി നമ്മുടെ ഫോണിൽ എങ്ങനെ ലഭ്യമാക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യമായി പ്ലേ സ്റ്റോർ തുറക്കുക. ഇവിടെ ഉറുദു ഡിക്ഷണറി എന്ന് സെർച്ച് ചെയ്യുക. ഫൈറോസ് ലുഗാത്ത് ഡിക്ഷണറി 2 തരത്തിൽ ലഭ്യമാണ്. പ്രസ് ചെയ്ത് പിടിച്ചാൽ താഴെ ഇൻസ്റ്റാൾ എന്ന് കാണാം. അങ്ങനെ ഈ ഫൈറോസ് ലുഗാത്തിന് പകരം താഴെ ഉറുദു ഡിക്ഷണറി എന്ന പേരിൽ ഫൈറോസ് ലുഗാത്ത് മറ്റൊന്ന് ലഭ്യമാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തുറക്കുക. ഇതാണ് ഫൈറോസ് ലുഗാത്തിൻ്റെ ഹോം സ്ക്രീന്. ഇതിൽ ഹുറൂഫുകൾ ഇങ്ങനെ താഴെ താഴായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും പദം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആവാസ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തരികയാണെങ്കിൽ ആ എന്ന് തിരഞ്ഞെടുത്തു. അതിൽ തൊട്ടടുത്ത അക്ഷരം വാവ് ആണ്. താഴെ വാവ് സെലക്ട് ചെയ്യുക. ആയും വാവിൽ തുടങ്ങുന്ന വാക്കുകൾ എന്നുള്ള പേജിലേക്ക് പോകുന്നു. ഈ പേജിൽ സ്ക്രീൻ സൂം ചെയ്ത് നോക്കാവുന്നതാണ്. ആവാസ് എന്നുള്ള പദവും അതിൻ്റെ ഉച്ചാരണവും ഇതിൻ്റെ അർത്ഥങ്ങളും മുദക്കറാണോ മുഅന്നസാണോ എന്നുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇതിൻ്റെ അടുത്ത പേജുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പുസ്തകം മറിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉറുദു ഡിക്ഷണറിയാണ് ഫൈറോസ് ലുഗാത്ത് മൊബൈൽ ആപ്പ്. അടുത്തതായി നാം പരിചയപ്പെടുന്നത് ഒരു മലയാളം ഡിക്ഷണറിയാണ്. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമ്മൾ മലയാളം ഡിക്ഷണറി എന്ന് സെർച്ച് ചെയ്യുക. മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറി എന്ന് സെർച്ച് ചെയ്താൽ ധാരാളം മലയാളം ഡിക്ഷണറികൾ ലഭ്യമാവും. ഇവിടെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്നുള്ള ഈ ആപ്പിനെ കുറിച്ചാണ്. പ്രസ് ചെയ്ത് പിടിച്ചാൽ താഴെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എന്നായിരിക്കും കാണിക്കുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ധാരാളം സൗകര്യങ്ങളുള്ള ഒരു ഡിക്ഷണറിയാണ്. ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി ഉണ്ട്, മലയാളം ടു ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് സെർച്ച് ചെയ്തതും ഫേവറേറ്റ് പദങ്ങളും അതുപോലെ വെർബ്സ്, യൂസ്ഫുൾ വേർഡ്സ്, പ്രോവർബ്സ്, ആൻറ്റോൺ, സിനോണിംസ് അങ്ങനെ പല സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു ഡിക്ഷണറിയാണിത്. ഇതിൽ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി എടുത്തിട്ട് വേർഡുകൾ സെർച്ച് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ ഈ ലിസ്റ്റിലുള്ള വേർഡുകൾ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. Dry. A few. A fish. ഇങ്ങനെ പദങ്ങളൊക്കെ ഉച്ചാരണം നമുക്ക് ഇതിലൂടെ കേൾക്കാൻ കഴിയും. അതുപോലെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി കൊണ്ട് പദങ്ങൾ ഉച്ചരിക്കുന്നതും. Membership, affiliation, enrollment, fellowship. അപ്പം ഇതിൽ വെർബ്സ് പദങ്ങൾ യഥേഷ്ടം ലഭ്യമാണ്. അതുപോലെ പ്രോവർബ്സ് ഉണ്ട്. നമുക്ക് വേർഡ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഉച്ചാരണമൊക്കെ നമുക്ക് സ്പീക്ക് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള വേർഡ് സെലക്ട് ചെയ്യുക. ഞാൻ ബാഗ് എന്നുള്ള വേർഡാണ് സെലക്ട് ചെയ്ത് ശേഷം ഇവിടെ ഈ 3 പുള്ളി സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് സ്പീക്ക് എന്ന് കൊടുത്താൽ സ്പീക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ വേർഡിൻ്റെ ഉച്ചാരണം കേൾക്കാവുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷ് പദങ്ങളുടെയൊക്കെ ഉച്ചാരണവും ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇതിൽ ലഭിക്കും. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മലയാളം ഡിക്ഷണറിയാണ്. സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ ധാരാളം ഡിക്ഷണറികളും മൊബൈൽ ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തി വരും വർഷങ്ങളുടെ നിങ്ങളുടെ അധ്യാപന ജീവിതം പ്രകാശപൂരിതമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.
ശുക്രിയ.